Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SLC's revision series, focus area based on tangents. ഇപ്പോൾ ഫോക്കസ് ഏരിയയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, there is a point 10 cm away from the center of a circle of radius 6 cm. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് പാർട്ടായിക്ക് വായിക്കുക. There is a point 10 cm away from the center of a circle. സെൻറ്ററിൽ നിന്ന് 10 cm away ഒരു പോയിന്റ് ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ 6 cm. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ വരയ്ക്കണം. സെൻറ്ററിൽ നിന്ന് 10 cm ദൂരെയുള്ള പോയിന്റ്, ആ പോയിന്റിന് വേണമെങ്കിൽ നമുക്ക് പി എന്ന് നെയിം ചെയ്യാം. ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ 6 cm. സോ ലെറ്റ് ദിസ് ബി എ, ദിസ് ഇസ് ദ സെൻറ്റർ, ലെറ്റ് ഇറ്റ് ബി ഒ. A tangent is drawn from that point. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ടാൻജൻറ്റ് വരച്ചു. What is the angle between a tangent at a point and the radius through that point? ഒരു പോയിന്റിലുള്ള ടാൻജൻറ്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? That will be 90 degree. So first answer, angle between radius and tangent at a point is 90 degree. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ്? ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത് എത്രയാണ്? എ പി ആണ് അവിടെ ടാൻജൻറ്റ്. അപ്പോൾ എ പിയുടെ ലെങ്ത് കാണണം. സോ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഇസ് ഈക്വൽ ടു എ പി. അപ്പോൾ എ പി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ OAP is a right angle triangle. Triangle OAP is right angled. അപ്പോൾ നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. സോ AP can be written as root of hypotenuse square minus base square, that is 10 square minus 6 square, that is root of 100 minus 36, which is equal to root 64. And that is equal to 8 cm. അപ്പോൾ 8 cm ആണ് അതിൻ്റെ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻ ദ ഫിഗർ O is the center of the circle. ഇതിൽ ഫിഗർ തന്നിട്ടുണ്ട്. O is the center of the circle. AP is a tangent. AP ഒരു ടാൻജൻ്റ് ആണ്. OA is equal to 3 and OP is equal to 5. What is the measure of angle OAP? മെഷർ ഓഫ് ആംഗിൾ ഒ എ പി എന്താണ്? ഇത് റേഡിയസും ടാൻജൻറ്റും. ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി 90 ഡിഗ്രി. ഫസ്റ്റ് ആൻസർ അഗെയിൻ 90 ഡിഗ്രി. റീസൺ, ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ്. ദെൻ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് പി എ? പി എയുടെ ലെങ്ത് എത്രയാണ്? അപ്പോൾ പി എയുടെ ലെങ്ത്ത് കാണണമെങ്കിൽ അഗെയിൻ ഇവിടെ നമ്മൾ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യണം. അല്ലാതെ നമുക്കിവിടെ കാണാം. കാരണം ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 3യും ഹൈപ്പോട്ടന്യൂസ് 5ഉം ആണെങ്കിൽ ഒരു പൈത്തഗോറസ് തിയറത്തിൻ്റെ പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അല്ലേ, ദാറ്റ് ഇസ് 3, 4, 5. രണ്ട് സൈഡ് 3യും 4ഉം ആണ്, ഹൈപ്പോട്ടന്യൂസ് 5ഉം ആയിരിക്കും. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സ് 3യും 4ഉം ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 5, അല്ലെങ്കിൽ ഒരു സൈഡ് 3യും ഒരു സൈഡ് 5ഉം ഹൈപ്പോട്ടന്യൂസ് 5ഉം ആണെങ്കിൽ ദെൻ ദ ഹൈറ്റ് വിൽ ബി 4. അപ്പോൾ ഈ മൂന്നും കൂടെ, അതായത് 3, 4, 5നെ നമ്മൾ പറയുന്നതാണ് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്. ഇത് പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈഡ് ആണെന്ന്, പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് എന്നാണ് പറയുക. അപ്പോൾ അത് 3, 4, 5, അവിടെ 5 ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 ബേസും 5 ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ എ പി ഇസ് ഈക്വൽ ടു 4 cm. അതിപ്പോൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴും അത് തന്നെയാണ് ഈ പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്. സോ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് എ പി ഇസ് ഈക്വൽ ടു 4 cm. ഇനി നെക്സ്റ്റ് വൺ, ഇൻ ദ ഫിഗർ O is the center of the circle. ഫിഗറിൽ O സെൻറ്റർ ആണ്. QB is a tangent. ഇതൊരു ടാൻജൻ്റ് ആണ്. OQ is equal to 8 cm. അപ്പോൾ OQ ആണ് അവിടെ ഹൈപ്പോട്ടന്യൂസ്. കാരണം
ആംഗിൾ ഒ ബി ക്യു വിൽ ബി 90 ഡിഗ്രി. 90യുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈപ്പോട്ട്ന്യൂസ്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത് 8 സെൻറ്റിമീറ്റർ. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ ഒ ബി ക്യു? ആംഗിൾ ഒ ബി ക്യു ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി because angle between radius and tangent. Then next is B sub question. B questionൽ പറഞ്ഞത് what is the radius of the circle? അപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ കാണണമെങ്കിൽ നമുക്ക് ഈ സൈഡാണ് കാണേണ്ടത്, റേഡിയസ് ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഒ ബി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ആംഗിൾ 90 ആണ്, ഒരു ആംഗിൾ 30 ആണ്. അപ്പോൾ അത് മറ്റേ ആംഗിൾ എന്തായിരിക്കും? ദിസ് വിൽ ബി 60. സോ വി ഹാവ് ലേൺഡ് റേഷ്യോ അല്ലേ. 30, 60, 90 ട്രയാങ്കിൾ ആണെങ്കിൽ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഈസ് 1:√3:2. അവിടെ ഹൈപ്പോട്ട്ന്യൂസ് നമുക്ക് ഇവിടെ 8 ആണ്, ഇവിടെ നമുക്ക് 1:√3:2 2 ആണ് ഹൈപ്പോട്ട്ന്യൂസ്. ഇനി ഈ 2നെ നമുക്ക് 8 ആക്കണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു? മൾട്ടിപ്ലൈ ബൈ 4. ഈ റേഷ്യോനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോഴല്ലേ ഹൈപ്പോട്ട്ന്യൂസ് 8 ആവുള്ളൂ. സോ 2:2 കൊണ്ടല്ല 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 4:4√3:8. അപ്പോൾ ഓരോ സൈഡ് കിട്ടും. 30ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? ബേസ് 4 ആണ്. പിന്നെ ഹൈറ്റ് ഇസ് 4√3 ആൻഡ് ഹൈപ്പോട്ട്ന്യൂസ് ഇസ് 8. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് 4 സെൻറ്റിമീറ്റർ. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു ഒ ബി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. പിന്നെ സി സബ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ക്യൂ ബി. സോ ക്യൂ ബിയും നമുക്ക് അവിടെ കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 4√3 സെൻറ്റിമീറ്റർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ 2 സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് പി. 2 സർക്കിളും പിയിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. പി ക്യു ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് എ. പി ക്യു ഒരു ടാൻജൻ്റ് ആണ്, ഈ സെൻറ്റർ എ ആയിട്ടുള്ളതിൻ്റെ ടാൻജൻ്റ് ആണ് പി ക്യു. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ പി ക്യു? അപ്പോൾ എ പി റേഡിയസ് ആണ്, പിന്നെ എ പി ഈ പോയിന്റ് പിയിലുള്ള ടാൻജൻ്റ് ആണ് പി ക്യു. ആൻഡ് അപ്പോൾ എന്തുണ്ടാവും? റേഡിയസും ടാൻജൻറ്റും കൂടെ, ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് പി ക്യു ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് എ. എ സെൻറ്ററായിട്ട് വരുന്ന സർക്കിളിൻ്റെ ടാൻജൻ്റ് ആണ് പി ക്യു. സോ ഡെഫിനറ്റ്ലി ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് ദ ടാൻജൻറ്റ് വിൽ ബി 90 ഡിഗ്രി. സോ ആംഗിൾ എ പി ക്യു വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ angle between radius and tangent will be 90 degree. പിന്നെ prove that PQ is a tangent to the circle with center at B. അപ്പോൾ നമുക്ക് അവിടെ കാണിക്കേണ്ടത് പി ക്യു ബിയിലും ഒരു ടാൻജൻ്റ് ആണ്, ബി എന്ന് പറഞ്ഞ സർക്കിളിനും ടാൻജൻ്റ് ആണെന്ന് കാണിക്കണം. സോ ഈ ഒരു ഭാഗം 90 ആയതുകൊണ്ട് വാട്ട് വിൽ ബി ആംഗിൾ ക്യു പി ബി അല്ലെങ്കിൽ ബി പി ക്യു എന്തായിരിക്കും? സിൻസ് ആംഗിൾ എ പി ക്യു ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ ബി പി ക്യു ഓൾസോ വിൽ ബി 90 ഡിഗ്രി. റീസൺ ടോട്ടൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ, 2 സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഒരു ആംഗിൾ 90 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 90 ആണെങ്കിൽ അത് ആ ആംഗിൾ 90 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore PQ is a tangent to the circle centered at B. കാരണം ഇവിടുത്തെ റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രി ആയതുകൊണ്ട് PQ is a tangent to the circle with center at B. Then next one, in the figure O is the center of the circle. O is the center of the circle and the tangents through the points A and B. Tangents through the points A ലും B ലൂടെയുള്ള tangents ആണ് PA and PB.
Angle AOB is equal to 130 degree. What is the measure of angle OAP? അപ്പോൾ ഇവിടെയും AP ടാൻജൻ്റ് ആണ്, PB ടാൻജൻ്റ് ആണ്, പിന്നെ OA and OB are the radius. So this angle will be 90 degree. So angle OAP is equal to 90 degree. Reason എന്താണ്? Angle between the radius and the tangent. Angle between radius and tangent. Then second question, what is the measure of angle APB? Measure of angle APB. APB യുടെ മെഷർ എത്രയായിരിക്കും? ഈ മെഷർ എത്രയായിരിക്കും? The sum of the angle between the radius and the tangents will be 180. അപ്പോൾ ഈ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റേഡിയസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളും ഈ രണ്ട് ടാൻജൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിൻ്റെയും കൂടെയുള്ള സമ്മ് 180 ആയിരിക്കും. സപ്ലിമെൻ്ററി ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ സപ്ലിമെൻ്ററി ആവുന്നതുകൊണ്ട് ആംഗിൾ APB എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 minus 130 which is equal to 50 degree. റീസൺ എന്താണ്? Angle between, sum of the angle between, sum of the angles between the radii. രണ്ട് റേഡിയസ് അല്ലേ? രണ്ട് റേഡിയ ആയതുകൊണ്ടാണ് റേഡിയ എന്ന് പറയുന്നത്. റേഡിയൈ ആൻഡ് ദ ടാൻജൻസ്. ആൻഡ് ദ ടാൻജൻസ് ഇസ് സപ്ലിമെൻ്ററി. അതായത് ടോട്ടൽ സം 180 ആണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അതുകൊണ്ട് ഇവിടെ 130 ആകുമ്പോൾ ഇവിടെ 50 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജൻറ്റ് ആൻഡ് ദ റേഡിയസ് ഇസ് 90 ഡിഗ്രി. അതൊരു റിസൾട്ട്. വേറൊരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആംഗിൾ ബിറ്റ്വീൻ ദ സം ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു റേഡിയൈ, ഈ രണ്ട് റേഡിയയും പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസിൻ്റെയും കൂടെ സമ്മ് 180 ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫോക്കസ് ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് ഇതൊക്കെ. ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ആൻഡ് ദ റേഡിയസ് വിൽ ബി 90 degree and also sum of the angle between the radii and the tangents will be supplementary. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.